ഇലകമൺ വേങ്ങോടേലായിലെ 8 ഏക്കർ തരിശു നിലങ്ങളാണ് കുടുംബശ്രീ പ്രവർത്തകർ ഏറ്റെടുത്ത് നെൽകൃഷി നടത്തുന്നത്. ഒരു കാലത്ത് കാർഷിക പൊലിമ കൊണ്ട് സമൃദ്ധമായിരുന്നു വേങ്ങോട് ഏലാകൾ. എന്നാൽ കഴിഞ്ഞ കുറച്ചുനാളുകളായി കൃഷി ചെയ്യാതെ കിടക്കുകയായിരുന്നു വേങ്ങോട്ടെ ഒട്ടുമിക്ക നിലങ്ങളും. 4 കുടുംബശ്രീ പ്രവർത്തകരുടെ നേതൃത്വത്തിലാണ് ആദ്യഘട്ടമെന്നോണം നെൽകൃഷി നടത്തിയത്. തരിശു നിലമാണ് എടുത്ത് കൃഷി ചെയ്ത 2 യൂണിറ്റുകാർ, 2 അയൽക്കൂട്ട യൂണിറ്റുകാർ എടുത്ത് ഒരു സംഘകൃഷി യൂണിറ്റ് രൂപീകരിച്ച് പവിഴമെന്ന് പേരിട്ട് നമ്മൾ തരിശു നിലം എടുത്ത് കൃഷി ചെയ്തതാണ്. ഇപ്പോൾ വേങ്ങോട്ടെ ഒട്ടുമിക്ക തരിശു നിലങ്ങളും ഈ കുടുംബശ്രീ പ്രവർത്തകർ ഏറ്റെടുത്തിട്ടുണ്ട്. കുടുംബശ്രീ പ്രവർത്തകർക്ക് പൂർണ്ണ പിന്തുണ നൽകിക്കൊണ്ട് കൃഷി ഓഫീസറും ഇവർക്കൊപ്പമുണ്ട്. അവർക്ക് സാങ്കേതിക സഹായമെല്ലാം നമ്മൾ കൃഷിഭവനിൽ നിന്ന് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ എല്ലാ സമയങ്ങളിലും വന്ന് ഈ പാടം കാണുകയും അപ്പോഴും വേണ്ട നിർദ്ദേശങ്ങൾ കൃഷിഭവനിൽ നിന്ന് കൃഷി ഉദ്യോഗസ്ഥർ കൊടുക്കുന്നു. തരിശു നിലങ്ങൾ കൃഷിയോഗ്യമാക്കാൻ ഇലകമൺ പഞ്ചായത്ത് പുതിയ പദ്ധതികൾ ആസൂത്രണം ചെയ്യുകയാണ്. പഞ്ചായത്തിന് കീഴിലുള്ള 150ഓളം വരുന്ന തരിശു നിലങ്ങളിൽ അടുത്ത വർഷം മുതൽ കൃഷി ആരംഭിക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്നു. ഈ പഞ്ചായത്തിലെ മുഴുവൻ തരിശു നിലങ്ങളും കൃഷിയോഗ്യമാക്കുക, ആ തരിശു നിലങ്ങൾ കൃഷി ചെയ്യുന്നതിന് കർഷകരെ സഹായിക്കാൻ ആവശ്യമായ പ്രോജക്റ്റുകൾ പഞ്ചായത്തിൻ്റെ വരാൻ പോകുന്ന പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇത് മുഴുവൻ തരിശു നിലങ്ങളും കൃഷിയോഗ്യമാക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു പ്രധാന പരിപാടി. കുടുംബശ്രീ പ്രവർത്തകരിലൂടെ വേങ്ങോട്ടെ നെല്ലറയ്ക്ക് ശാപമോക്ഷമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. AC ന്യൂസ് വർക്കല.